ഹായ് മക്കളെ, എടാ +1 ആദ്യ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോടാ. നോക്കാം വാ. എടാ ഫസ്റ്റ് വൺ എന്താടാ, ഡയമെൻഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലടാ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡയമെൻഷൻ ക്വാണ്ടിറ്റി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നൊക്കെ ചോദിക്കും. സോ എൻ്റെ മക്കൾ എന്താ ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് 100% ഇതാ ഉത്തരം കിട്ടുന്നത് പറഞ്ഞുതരാം. ബാ മക്കളെ, ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാ? ഒന്ന് സ്ട്രെയിന്, പിന്നൊന്ന് പ്ലെയിൻ ആംഗിള്, പിന്നൊന്ന് സോളിഡ് ആംഗിള്, പിന്നൊന്ന് റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നൊന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതിടാ. മറ്റേതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, എങ്കിൽ പോലും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നൊരു സാധനങ്ങളാണ് ഇത്രയും ക്വാണ്ടിറ്റീസുകൾ. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാവ് സെയിം ഡയമെൻഷൻ ചോദിക്കും. മക്കളെ വർക്ക് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ടോർക്ക് ആയിക്കോട്ടെ, മക്കളെ 3 ആളുകൾക്കും ഡയമെൻഷൻ പറയടാ. ml² T⁻². റെഡിയാണോ? ml² T⁻². നെക്സ്റ്റ് എന്താടാ, പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും ഡയമെൻഷൻ സെയിം ആണ്. അതെന്താടാ, ml⁻⁻1 T⁻². മക്കളെ ഇമ്പൾസ്, മൊമെന്റം സെയിം ഡയമെൻഷൻ ml⁻⁻1. ഓക്കെ അല്ലേടാ? നോക്കാം. ഹായ് മക്കളെ, എടാ യൂണിറ്റ് ഓഫ് മെഷർമെന്റിലെ അടിപൊളി ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. ബാ മക്കളെ, യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ അല്ലേ? ഡയമെൻഷൻ അനാലിസിന്റെ യൂസസ്. മക്കളെ ഒന്നാമത്തെ യൂസ് എന്താ? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. രണ്ടാമത്തേടാ, ടു ഡിറൈവ് ദ റിലേഷൻ ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ടു കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. 3 പോയിന്റ് 3 മാർക്ക്. ഓക്കെ അല്ലേടാ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ, അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ, നോക്കിക്കോ. ചെക്ക് വെദർ ദ ഗിവൺ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓക്കെ അല്ലേ? T = 2π × √L/G. നോക്കല്ലേ? ഇതെങ്ങനെ നോക്കുന്ന നോക്കാം മക്കളെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കടാ, എന്താണ് LHS ആരുണ്ടടാ? T ഉണ്ട്. ഓക്കെ അല്ലടാ? LHS ആരുണ്ടടാ? T ഉണ്ട്. മക്കളെ ഇവിടെ ഓക്കെ, LHS ആരാണ് കുഞ്ഞോ? T ഉണ്ടാവുക. അപ്പൊ ഡയമെൻഷൻ ഓഫ് ടൈം എന്താടാ? T തന്നെയാണ്. ഓക്കെ അല്ലേ കുഞ്ഞോ? ഇവിടെ RHS ആരൊക്കെ ഉണ്ടോ നോക്കിക്കോ? √. എടാ 2π ഡയമെൻഷൻ ഉണ്ടോ കുഞ്ഞോ? 2π ഡയമെൻഷൻ ഇല്ല കേട്ടോ. 2π ഇല്ല, ലോഗിന് ഡയമെൻഷൻ ഇല്ല, പിന്നെ അതുപോലെ തന്നെ e⁻x ഇവന്മാർക്കൊക്കെ ഒന്നില്ലടാ ഡയമെൻഷൻ അല്ല കേട്ടോ. പ്ലസിനും പിന്നെ മൈനസിനും പിന്നെ ഡിവിഷനും ഒന്നും ഡയമെൻഷൻ അല്ല. ഓക്കെ അല്ലേടാ? നോക്കിക്കോ, 2π √. അല്ലേ? റൂട്ടിനുള്ളിലുണ്ട് കേട്ടോ. L ആണ് കേട്ടോ. L/. മക്കളെ G എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഡയമെൻഷൻ എന്താടാ? L⁻². ഈ ടിഷ് L കട്ട് ചെയ്തു. ഈ T⁻² മേലെ കയറി എന്ത് ചെയ്തുടാ? T⁻² ആയി മാറി. എടാ T⁻² അല്ലേ? ഹോൾ² മറ്റേ റൂട്ടിനുള്ളിലാ. ഓക്കെ, അപ്പൊ √T² എന്ന് പറഞ്ഞ ഉത്തരം വരും മക്കളെ T തന്നെ അല്ലടാ. അതുകൊണ്ട് മക്കളെ LHS-ന്റെയും RHS-ന്റെയും ഡയമെൻഷൻ എന്താടാ? സെയിം ആണ്. സോ LHS T ആണ്, RHS T ആണ്. ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. മക്കളെ 2023, 2024, 2020, 2014, 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോടാ, മറന്നു പോരുത്. നോക്കിക്കോ, നെക്സ്റ്റ് ടൈമില് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഹായ് മക്കളെ, ഡയമെൻഷൻ അല്ലേ? യൂണിറ്റ് ഓഫ് മെഷർമെന്റിലെ ഡയമെൻഷൻ വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോയാലോ? ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലേ? ഡയമെൻഷൻ അനാലിസിസിന്റെ ലിമിറ്റേഷൻ ചോദിക്കാണ് 3 മാർക്ക്, അല്ലെങ്കിൽ 4 മാർക്ക്, അല്ലെങ്കിൽ ചോദിക്കൂല. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക്. ഇറ്റ് ഫെയിൽസ് when a physical quantity depend more than 3 physical quantity. more than 2 ശരിയാട്ടോ, more than 3 ആണെന്ത് അതിന്റെ ലിമിറ്റേഷൻ കേട്ടോ. ഓക്കെ, ഇറ്റ് ഫെയിൽസ് when a physical quantity sum or difference of 2 or more compound. ഓക്കെ, ഇറ്റ് ഫെയിൽസ് ടു ഡിറൈവ് the equation involving the exponential and log. ഞാൻ പറഞ്ഞു, കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, ലോഗരിതം, എക്സ്പോണൻഷ്യൽ, പൈ. ഇവൽക്കൊന്നെന്തില്ല കുഞ്ഞോ? ഡയമെൻഷൻസ് ഇല്ല. മനസ്സിലായോ കുട്ടാപ്പോ? മനസ്സിലായോ? ഓക്കെ അല്ലടാ? നെക്സ്റ്റ് നോക്കാം. ഹായ് മക്കളെ, യൂണിറ്റ് ഓഫ് മെഷർമെന്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. അടിപൊളി കിഡിലോസ്കി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. half mv² = mgh. check whether the given equation is dimensionally correct. ഓക്കെ അല്ലടാ? ഇതിൽ m എന്താടാ? മാസ് ആണ്. v എന്താടാ? വെലോസിറ്റി. g എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എന്ന് പറഞ്ഞ ഹൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ, ഞാൻ ഇവിടെ തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കോ, ഹാഫിന് ഡയമെൻഷൻ മക്കളെ ഇവിടെ LHS നോക്കാം.
LHS. അതിലാരടാ ഹാഫ് mv² അല്ലടാ മക്കളെ. ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോടാ? ഇല്ലല്ലോ, വേണ്ട. എമ്മിന് ഡയമെൻഷൻ ഉണ്ട്, എം തന്നെ. മാസിന് ഡയമെൻഷൻ എം തന്നെ അല്ലടാ. വി എന്ന് പറഞ്ഞാൽ എന്താടാ? LT⁻⁻1 കാരണം വെലോസിറ്റിയാ, അതിൻ്റെ എന്താടാ സ്ക്വയർ. സോ mL² T⁻². ഓക്കെ അല്ലേ? അടക്കട്ടെ. ഇനി മക്കളെ RHS നോക്കിക്കോട്ടോടാ. RHS = mgh. ഓക്കെ അല്ലടാ? ഓക്കെ മക്കളെ, മാസിന്റെ ഡയമെൻഷൻ എന്താ കുഞ്ഞോ? എം തന്നെയാണ്. എടാ ജി എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ എന്താടാ? LT⁻² ഇൻറ്റു അല്ലേ? ഇൻറ്റു ജീൻ്റെ ഡയമെൻഷൻ എന്താടാ? എച്ച് ഡയമെൻഷൻ എന്താടാ? ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? എൽ തന്നെ കേട്ടോ. സോ എം എൽ ഇൻറ്റു എൽ എന്താടാ? L² T⁻². അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി മക്കളെ, LHSഉം RHSഉം മക്കളെ സെയിം ഡയമെൻഷനാണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. 3 മാർക്ക് കിട്ടിയോ? കിട്ടി. റെഡിയാണോ? ഹായ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. യൂണിറ്റ് മെഷർമെന്റിലെ കിടിലൻ ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കിക്കോ. x = a + bt + ct². ഓക്കെ അല്ലടാ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കടാ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ മക്കളെ, എക്സിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണോ അത് ആർക്ക് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. എക്സിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണോ അത് BTക്ക് ഈക്വൽ ആണ്. എക്സിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണോ അത് ആർക്ക് ഈക്വൽ ആവും മക്കളെ? CT² ഈക്വൽ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? ഓക്കെ. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ എക്സിന്റെ ഡയമെൻഷൻ എക്ക് ഈക്വൽ ആണ്, എക്സിന്റെ ഡയമെൻഷൻ BTക്ക് ഈക്വൽ ആണ്, എക്സിന്റെ ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആടാ? CT² ഈക്വൽ ആണ്. മക്കളെ, നീറ്റ് എക്സാമിന് വരെ, കീമിന് വരെ, നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. റെഡിയാണോ? സോ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ, LHSൽ ആരൊക്കെ ഉണ്ടോ ഓരൊക്കെ മക്കളെ RHSലെ ഓരോ ക്വാണ്ടിറ്റികൾ കൊണ്ടായിരിക്കും ഈക്വൽ ആയിരിക്കും. നോക്കല്ലടാ. അപ്പൊ മക്കളെ, x ഞാൻ ആര് പറഞ്ഞോടാ? എക്ക് ഈക്വൽ ആണ്. x ആർക്ക് ഈക്വൽ? BTക്ക് ഈക്വൽ. x ആർക്ക് ഈക്വൽ? CT² ഈക്വൽ. നമ്മൾ എന്താ ചോദിച്ചതാ? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് A B C. ഓക്കെ അല്ലേ? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡയമെൻഷൻ കാണണം. അങ്ങനെ മക്കളെ പറടാ. എക്സിന്റെ ഡയമെൻഷൻ എന്താടാ? എക്സ് എന്ന് പറഞ്ഞ മീറ്റർ ലെങ്ത് അല്ലടാ. ലെങ്ത് ഡയമെൻഷൻ എന്താ? L തന്നെയല്ലേ? അപ്പൊ L ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആടാ? എക്ക് ഈക്വൽ ആണ്. സോ x = A ആണ്. എക്സിന്റെ ഡയമെൻഷൻ L ആണെങ്കിൽ A ഡയമെൻഷൻ അപ്പം എന്തായിരിക്കും? L. കിട്ടിയില്ല മക്കളെ. A ഡയമെൻഷൻ അപ്പം എന്തായിരിക്കും? L. ഓക്കെ അല്ലേ? സോ അങ്ങനെ മക്കളെ, x = BT. ബിന്റെ ഡയമെൻഷൻ കണ്ടെത്തണ്ടേ? സോ മക്കളെ, x = BT എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം കണ്ടിട്ടുണ്ടാ B = x/t. എക്സിന്റെ ഡയമെൻഷൻ എന്താടാ? L ആണ് നമുക്കറിയും. ടിന്റെ ഡയമെൻഷൻ T തന്നെ, മേലേക്ക് പോയി. അപ്പൊ LT⁻⁻1 ഇതാണ് കുഞ്ഞു ആ ഡയമെൻഷൻ എടാ. ബിന്റെ ഡയമെൻഷൻ കിട്ടുക. റെഡിയാണോ? യെസ്. നെക്സ്റ്റ് ചോദിക്കോ. x = CT². നമ്മൾ എന്ത് മനസ്സിലെ സീൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടണം. സോ C = x/t² ആണ്. T² മക്കളെ എക്സ് ഡയമെൻഷൻ എന്താടാ? L ആണ്. T² തന്നെ മേലെ കയറി. അപ്പൊ എന്ത് വരടാ? LT⁻². കണ്ടെത്തിയോ? നമ്മൾ കണ്ടെത്തി. A ഡയമെൻഷൻ കണ്ടെത്തി, B ഡയമെൻഷൻ കണ്ടെത്തി, C ഡയമെൻഷൻ കണ്ടെത്തി. മക്കളെ 3 മാർക്ക്. നീറ്റ് എക്സാം ആണെങ്കിലും മക്കളെ അതിന് എത്ര മാർക്ക് ആയിരിക്കോടാ? 4 മാർക്ക്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? റെഡി. ഓക്കെ. ഹായ് മക്കളെ, നെക്സ്റ്റ് എടാ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്താ ഈ സാറ് പറയുന്നത്? ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ചെറിയ കാര്യം മക്കളെ ഇത് ചോദിച്ചിട്ടുണ്ടാ. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഡിഫറൻസ് വെച്ചിട്ട്. ഓക്കെ അല്ലേടാ മക്കളെ? ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, രണ്ടിന്റെയും യൂണിറ്റ് എന്താ കുഞ്ഞോ? മീറ്റർ ആണ് അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? യെസ്, മീറ്റർ തന്നെയാണ്. വേറെ ആരെങ്കിലും വരുമോ? അല്ലോ അല്ലേ? മീറ്റർ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഡിസ്റ്റൻസിന് ഡയമെൻഷൻ L ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താടാ? L തന്നെയാണ്. മക്കളെ, ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാടാ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാടാ? ഒരു വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ? സോ ഡിസ്റ്റൻസ് മക്കൾ എപ്പോഴും എന്ത് വരുവാ? പോസിറ്റീവുകൾ വരിക. പക്ഷെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെ വരാ? പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അതും അല്ലെങ്കിൽ എന്താണ്? 0 വരാം. അപ്പോൾ സാർ എപ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റ് 0 വരിക? ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ പോയി ഇപ്പോൾ സ്കൂളിലേക്ക് എത്തി. ഓക്കെ, എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് മക്കളെ 2 കിലോമീറ്റർ സഞ്ചരിക്കണം. ഓക്കെ അല്ലേ? തിരിച്ച് ഞാൻ പോന്നു, സ്കൂളിൽ നിന്ന് പോന്നു, വീട്ടിൽ എത്തി. എന്നിട്ട് ഞാൻ നോക്കുകയാണെടാ, എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം എത്ര ആയിരിക്കും?
ആയിരിക്കും? ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങി സ്കൂൾക്ക് പോയി വീണ്ടും വീട്ടിൽ എത്തി. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഒക്കെ എൻ്റെ വീടാ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ പോയിന്റിലായി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. മറന്നു പോകരുത് കേട്ടോടാ. ഓക്കെ, ഹായ് മക്കളെ, ഈ മോഷൻ സ്ട്രേറ്റ് ലൈനിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓക്കെ അല്ലടാ. ഫസ്റ്റ് പോയിന്റ് മക്കളെ, സ്പീഡിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ ഡയമെൻഷൻ എന്താടാ? LT⁻⁻1. വെലോസിറ്റി ഡയമെൻഷൻ എന്താടാ? LT⁻⁻1. റെഡി ആണോ? നെക്സ്റ്റ് മക്കളെ, സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാടാ? S സ്റ്റാൻഡ് ഫോർ സ്കെയിലാർ ക്വാണ്ടിറ്റി. മക്കളെ വെലോസിറ്റി V ആണ്. സോ ഇറ്റ് ഈസ് സ്റ്റാൻഡ് ഫോർ വെക്ടാർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ എന്താടാ? വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ വെലോസിറ്റി പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം. സ്പീഡ് എന്ത് മാത്രം വരുള്ളൂടാ? പോസിറ്റീവ് മാത്രം വരുള്ളൂ. ഐഡിയ കിട്ടണം. ഹായ് മക്കളെ, മോഷൻ സ്ട്രൈറ്റ് ലൈനിലെ ചെറിയൊരു കോൺസെപ്റ്റ് നോക്കിയാലോ. വാ മക്കളെ, ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ്. എടാ ഗ്രാഫിക്കൽ നമ്മൾ ആകെപ്പാടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. XT ഗ്രാഫും VT ഗ്രാഫിനെ പറ്റി നോക്കുക മക്കളെ. XT ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ആർക്ക് ഈക്വലടാ? വെലോസിറ്റിക്ക് ഈക്വലടാ. അതുപോലെ തന്നെ VT ഗ്രാഫ് ആണെങ്കിലടാ അതിന്റെ സ്ലോപ്പ് ആക്സിലറേഷനും അതിന്റെ ഏരിയടാ ആർക്ക് ഈക്വലടാ? ഡിസ്പ്ലേസ്മെന്റിന് ഈക്വലാ. മക്കളെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് മക്കളെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുക. അപ്പോൾ മക്കൾ മനസ്സിലാക്കടാ, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കണ്ടെത്തുക നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കണ്ടെത്തുക നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ അല്ലടാ? നോക്കാം. ഹായ് മക്കളെ, മോഷൻ സ്ട്രെയിറ്റ് ലൈനിലെ ഗ്രാഫിക്കൽ വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ബാ പിടിച്ചോ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടടാ. ഇത് ഏത് ഗ്രാഫാണടാ? VT ഗ്രാഫാണ്. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, X ആക്സും Y ആക്സും തന്നിട്ടുണ്ട് അല്ലെ? വൈയിൽ വെലോസിറ്റി, എക്സിൽ ടൈം. ഓക്കെ, തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓൺ ദ ലൈൻ OA? അതായത് ഈ OA എന്ന് പറഞ്ഞ ഈ ഒരു ലൈനിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസെപ്റ്റ് എവിടെ വരണം? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. എന്താടാ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ഈക്വലാണ്. അപ്പൊ കുഞ്ഞോ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതിയില്ലേ? OAന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതിയില്ലേ? സ്ലോപ്പ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താടാ? യെസ്, Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ് അല്ലേ? OA അല്ലേ? അപ്പൊ OAന്റെ എന്ത് കണ്ടെത്തിയാൽ മതിടാ? സ്ലോപ്പ് കണ്ടെത്തിയാൽ മതിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? ആക്സിലറേഷൻ കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോയിട്ടോടാ. സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ്. കാരണം എന്താണ്? എന്തുകൊണ്ട് സ്ലോപ്പ് കണ്ടെത്താൻ കാരണം മക്കളെ ഇതെന്താടാ? ആക്സിലറേഷൻ അല്ലേ ചോദിച്ചത്? എടാ ആക്സിലറേഷൻ ആണെങ്കിൽ മക്കളെ Y/X ചെയ്താൽ മതില്ലേ? എടാ OAന്റെ Y എത്രടാ? 5 ഡിവൈഡ് ബൈ X എത്ര? 5. അപ്പൊ എത്ര കിട്ടടാ? 1 അല്ലേ? Aന്റെ നോക്കി X എത്ര? 5 അല്ലേ? ഇതിന്റെ എത്രടാ? Y എത്ര? ഇവിടെ 5. X എത്ര? 5. ഓക്കെ അല്ലേ? റെഡി ആണോടാ? ഈ പോയിന്റ് എന്താ നോക്കാത്തത്? ഇതൊക്കെ 0 അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ അത് നോക്കാത്തത്. അപ്പോൾ Y ആക്സിന് ഇവിടെ 5, Xൽ ആരാണ്? 5. 5/5 എത്ര? 1. സോ ആക്സിലറേഷൻ എത്ര ആയിരിക്കും മക്കളെ കിട്ടുക? 1 m/s². ഓക്കെ അല്ലേ? യെസ് മക്കളെ, മോഷൻ സ്ട്രെയിറ്റ് ലൈനിലെ അതേ ക്വസ്റ്റ്യൻ്റെ B ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബാ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം O to C? O മുതൽ C വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. എടാ O സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് കേട്ടോ, ഇങ്ങനെ പോയി Bക്ക് എത്തി Cക്ക് എത്തി. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതിന്റെ അർത്ഥം മക്കളെ ഇതിന്റെ ഏരിയ കണ്ടെത്തുക, ഇതിന്റെ ഏരിയ കണ്ടെത്തി നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പറയടാ. ഹാഫ് ഇൻറ്റു അല്ലേ? ഫസ്റ്റത്തെ ട്രയാങ്കിൾ ആരടാ? OA ട്രയാങ്കിൾ കണ്ടെത്തി അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എത്രടാ? 5 ഇൻറ്റു ഹൈറ്റ് എത്രടാ? 5. ഓക്കെ അല്ലേ? പ്ലസ് മക്കളെ ജസ്റ്റ് എന്താണ് ഇതിന്റെ എന്താണ്? ഇതൊരു സ്ക്വയർ അല്ലടാ. സോ ലെങ്ത് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? ഇവിടുത്തെ ലെങ്ത് എത്രടാ? 5 ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എത്രടാ? 5 പ്ലസ് ഹാഫ് ഇൻറ്റു അല്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എത്രടാ? 5 ഹൈറ്റ് എത്രടാ? 5. ഓക്കെ അല്ലേ? സോ ഇത് ടോട്ടൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേടാ? നോക്കാം. ഹായ് മക്കളെ,
മോഷൻ ഇൻ എ പ്ലെയിനിലെ ഏതാനും ചില കോൺസെപ്റ്റ് നമുക്ക് നോക്കിയാലോടാ. പ്രൊജക്റ്റൈൽ മോഷൻ വെച്ചിട്ടാണ് നമുക്ക് നോക്കാം. വാ പോന്നോ മക്കളെ. ഇതാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഞാൻ എന്ത് ചെയ്തടാ, ഒരു ബോൾ എറിയുന്നു ഇവിടുന്ന്. റെഡിയാണോ? ഒരു ബോൾ ഇങ്ങനെ എറിയുന്നു. ഓക്കെ അല്ലേടാ? ഈ ഒരു വെലോസിറ്റി അല്ലേ, ഈ ഒരു വെലോസിറ്റി വി ആണ്. സോ ഇതിന് രണ്ട് കമ്പോണൻ്റ് ആക്കി. ഓക്കെ അല്ലേ മക്കളെ? ഇത് ആംഗിൾ തീറ്റ ആണ്. സോ ഇത് വി കോസ് തീറ്റ എന്ന് പറഞ്ഞു മക്കളെ. ഇതെന്താടാ? വി സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഈ ബോൾ ഇങ്ങനെ പോയി എവിടേക്ക് എത്തിയടാ? ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടടാ. ഇത് മാക്സിമം ഹൈറ്റ് ആണ്. അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റൈൽ ആണ്. അങ്ങനെയാണെടാ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റൈലടാ. ഇതാണ് മക്കളെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയും. ഇതെന്താടാ? വെർട്ടിക്കൽ കമ്പോണന്റ്. എടാ ടോപ്പ് മോസ്റ്റ് പോയിന്റ് പ്രൊജക്റ്റൈലില് മക്കളെ അവിടെ ആര് മാത്രമുള്ളടാ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ വി കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരില്ല കുഞ്ഞോ? വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റൈൽ ഓൺലി ആര് മാത്രമുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് വി കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അവിടെ വി സൈൻ തീറ്റ എന്തില്ല? ഇല്ല. ഓക്കെ അല്ലടാ? ഇനി മക്കളെ ഏത് പോയിന്റിലായിക്കോട്ടെ ആക്സിലർ ഇപ്പോൾ ഈ പോയിന്റ് ഇവിടെ എഴുതിക്കോ. അപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേ താഴത്തോട്ടേനെ വലിക്കുക. ഓക്കെ അല്ലേ മക്കളെ? രണ്ട് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റൈൽ അല്ലേ, അവിടെ മക്കളെ അതിൻ്റെ ഒറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ എന്തില്ലടാ? ഇല്ല അവിടെ. റെഡിയാണോടാ? രണ്ടാമത്തെ പോയിന്റ് എന്താടാ? ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലൊക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അങ്ങോട്ട് വലിക്കുന്നുണ്ടാ, താഴത്തോട്ട് വലിക്കുന്നുണ്ട്. ക്ലിയർ ആണോടാ? സോ ഐഡിയ കിട്ടുന്നുണ്ടോ? ഹായ് മക്കളെ. പ്രൊജക്റ്റൈൽ മോഷനിലെ മോഷൻ്റെ പ്ലെയിനിലെ പ്രൊജക്റ്റൈൽ മോഷനിലെ ഏതാനും ചില ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നോക്കിയാലോ? പോകുന്നോ മക്കളെ? റേഞ്ച് കാണാൻ വേണ്ടി ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ അല്ലേ മക്കളെ? തീറ്റ 45 ഡിഗ്രി ആകുന്ന സമയത്താണ് മക്കളെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂടാ? മാക്സിമം റേഞ്ച് കിട്ടുള്ളൂ മക്കളെ. നെക്സ്റ്റ് എന്താടാ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇറ്റ് ഈസ് എ ടൈം ടു റിക്വയർ ടു ട്രാവൽ ഫോർ പോയിന്റ് കംപ്ലീറ്റ് പ്രൊജക്റ്റ് അല്ലേ. ഒരു പ്രൊജക്റ്റൈൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റൈൽ പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? സോ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ് അല്ലേ. മാക്സിമം പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് അല്ലേ, അവിടെ വരുന്ന മാക്സിമം ഹൈറ്റ്. ഓക്കെ. ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. സോ ആ 90 ഡിഗ്രി സമയത്താണ് എന്ത് റിലീസ് ചെയ്യടാ? മാക്സിമം ഹൈറ്റ് പറയാം. ഓക്കെ അല്ലേ? ഹായ് മക്കളെ. മോഷൻ്റെ പ്ലെയിനിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? പോന്നോ മക്കളെ? എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം റിവോൾവ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 മീറ്റർ വിത്ത് എ ഫ്രീക്വൻസി 7 അല്ലേ. 7 HZ ഒക്കെ ഉണ്ട് കേട്ടോടാ. 7 ഹെഡ്സ്. ഓക്കെ. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി. ഒമേഗയാണ്. ഒമേഗയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി എത്രടാ? 7 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 പൈ. ഓക്കെ അല്ലേ? സോ യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് കേട്ടോടാ. റാഡ് പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ മക്കളെ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വി ഒമേഗയാണ് ഇക്വേഷൻ കേട്ടോ. സോ ഇവിടെ വി എത്ര നമുക്ക് ജസ്റ്റ് നോക്കണടാ. വി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടോ? ഓക്കെ വി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോടാ. ജസ്റ്റ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. വി എത്രടാ? 3 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ വി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു വി ഒമേഗ. വി എത്രയാണ്? 3 ആണ്. ഇൻറ്റു ഒമേഗ എത്രടാ? 14 പൈ. ഓക്കെ അല്ലേ? സോ ഇതായിരിക്കും മക്കളെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേടാ? നോക്കിക്കോ. ഹായ് മക്കളെ. മക്കളുടെ വർക്ക് എനർജി പവർ അല്ലേ ചില ക്വസ്റ്റ്യൻസ് നോക്കിയാലോടാ. ബാ. സോ വർക്കിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് അല്ലേ. അതുപോലെ തന്നെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് കോസ് തീറ്റ. യൂണിറ്റ് എന്താണ്? വർക്കിൻ്റെ ജൂളാണ്. ഡയമെൻഷൻ എന്താണ്? നമ്മൾ പറഞ്ഞതാണെന്നാലും ml² T⁻². ഇതാണ് മക്കളെ വർക്കിൻ്റെ ഡയമെൻഷൻ. എടാ വർക്കിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ നോക്കാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എടാ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അതെന്ത് വർക്കടാ? പോസിറ്റീവ് വർക്കാണ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രീ ഫാള്. ഒരു മാങ്ങ മരത്തിൽ നിന്ന് മാങ്ങ വീഴാണ് അല്ലേ. ഗ്രാവിറ്റി അതിൻ്റെ ഫോഴ്സ് എങ്ങോട്ടാ വലിക്കുക? താഴത്തോട്ട്. ആ മാങ്ങ വീഴുന്നത് എന്താണ്? താഴത്തോട്ട്. എടാ രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രടാ? 0 ഡിഗ്രി. സോ വർക്ക് ഏത് വർക്കടാ? പോസിറ്റീവ് വർക്ക്. കാരണം ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ മക്കൾ എന്താടാ? സെയിം ആണ്.
ഓക്കെ അല്ലടാ മക്കളെ, അങ്ങനെയല്ലടാ നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്ഷൻ എടാ ഓപ്പോസിറ്റ് വരിക. ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്ത് വർക്കാടാ, നെഗറ്റീവ് വർക്കാണ്. സോ അടുത്ത ആംഗിൾ എത്ര ആയിരിക്കും കുഞ്ഞോ, ആംഗിൾ എത്രടാ 180 ഡിഗ്രി. കാരണം ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും അല്ലേ ഡയറക്ഷൻ ഓപ്പോസിറ്റാ. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. കിണറിന്ന് വെള്ളം കോരിയാണ് എടാ, വെള്ളം ഞാൻ എന്താ ചെയ്തു, താഴത്തോട്ട് ഫോഴ്സ് കൊടുത്തു, ബക്കറ്റ് എന്ന സാധനം കിട്ടിവരുടാ മേലേക്ക് വരും. അപ്പോൾ മക്കളെ ബക്കറ്റിൽ നിന്ന് അല്ലേ, ആ ബക്കറ്റ് മേലേക്ക് വരികയാണ്. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താടാ, മേലോട്ട്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് താഴോട്ട്. സോ തീറ്റടാ 180 ഡിഗ്രി. കാരണം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇന്നൊക്കെ നെക്സ്റ്റ് നോക്കടാ, സീറോ വർക്ക്. ഓക്കെ അല്ലേടാ, സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നോക്കിക്കോ. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതെന്ത് വർക്കാടാ, അത് സീറോ വർക്ക്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കേക്കോ, അതായത് ഞാൻ എന്ത് ചെയ്തു മക്കളെ, ഇതാണടാ ഒരു ഇതാണൊരു ചെയർ എന്ന് കരുതിക്കും മക്കളെ. ഈ ചെയറിൽ ഞാൻ ഫോഴ്സ് എങ്ങോട്ട് കൊടുത്തോടാ, മേലേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാണ് അല്ലേ. ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് മക്കളെ അല്ലേ, ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, സൈഡിലോട്ട് അല്ലേ. ഞാൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ഞാൻ മൂവ് ചെയ്യുന്നത് എന്താ, ഇങ്ങോട്ടാണ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്താടാ, മേലോട്ടാണ് അല്ലേ. ചെയർ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ പോവാണ് അല്ലേ. സോ മക്കളെ ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മേലോട്ട്, ഞാൻ മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് സൈഡിലോട്ട്. രണ്ടിൻ്റെ ആംഗിൾ എത്രടാ, 90 ഡിഗ്രിയാ. തീറ്റ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ വർക്ക് എന്ത് വർക്കായിരിക്കും, സീറോ വർക്ക്. അല്ലെങ്കിൽ വേറെ കേസ് കൊണ്ടിട്ടടാ, ഫോഴ്സ് അല്ല ജസ്റ്റ് ചുമരിനെ പിടിച്ച് തല്ലാലും അല്ലേ, ചുമരിനെ പിടിച്ച് തല്ലാലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂല. അപ്പോഴും വർക്ക് എന്ത് വർക്കാടാ, സീറോ വർക്കാണെന്ന് മനസ്സിലാക്കുക.